ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാജേശ്വരി ശാരദനെ കാണുമ്പോഴേക്കും ആസിഫിനെ വിളിക്കുകയാണ്. എന്നിട്ട് ആസിഫിനോട് പറയുകയാണ്, ആ സ്ത്രീ വന്നിട്ടുണ്ടല്ലോ എന്ന് പറയണ്ട. ഏത് സ്ത്രീ? ആ ശാരദ, ആ കാവേരിയുടെ അമ്മയില്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അറിഞ്ഞിട്ടുണ്ടാവോ? അറിഞ്ഞിട്ടായിരിക്കും വരാനുള്ള സാധ്യതയുണ്ട്. നിവിൻ അറിഞ്ഞ സ്ഥിതിക്ക് ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവും. ആണോ? എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, അവരെ വേഗം തന്നെ എൻ്റെ റൂമിലേക്ക് വിളിച്ചിരുത്ത്. 10 ലക്ഷം രൂപ എടുത്തോ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ആസിഫിക്കൻ നോക്കാണ് കേട്ടോ. നീ പറയണത് കേൾക്ക്, ഇനിയിപ്പോൾ വേറെ നിവർത്തിയില്ല, ഇത് ഒഴിവാക്കിയേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറയുകയാണേ. ഇതേ സമയം ശാരദയാണെന്ന് റിസപ്ഷനിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. അപ്പോൾ ആ പെൺകുട്ടിനോട് കാവേരി ഇല്ലേന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ഒരു കോള് വരികയാണ്. എന്നിട്ട് ഇപ്പോൾ രാജേശ്വരിയെ റൂമിലേക്ക് ഇരുത്താൻ വേണ്ടിയിട്ട് ആസിഫ് വിളിച്ച് പറയുകയാണ്. അപ്പോഴേക്കും ആ പെൺകുട്ടി പറയാണ്, അതെ മേഡത്തിൻ്റെ റൂമിലേക്ക് ഇരിക്കാം എന്ന് പറയുകയാണ്. അപ്പോൾ ശാരദയാണെന്നുണ്ടെങ്കിൽ അവൾക്ക് ഇവിടെ റൂമൊക്കെ ഉണ്ടോ എന്ന് ഇങ്ങനെ മനസ്സിലാലോചിക്കുകയാണ് കേട്ടോ. അങ്ങനെ രാജേശ്വരി റൂമിലേക്കാണ് ശാരദനെ കൊണ്ടു നിർത്തുന്നത്. ശാരദയാണെന്നുണ്ടെങ്കിൽ അത് കാവേരിയുടെ റൂമാണെന്ന് വിചാരിച്ചിട്ട് ആ കസേരയിലൊക്കെ കയറിയിരുന്നൊന്ന് കറങ്ങി നോക്കുകയാണ് കേട്ടോ. അവൾക്ക് 20,000 രൂപ ഉള്ളെങ്കിലും കസേരയൊക്കെ ഉണ്ടല്ലേ എന്നൊക്കെ മനസ്സിലാലോചിക്കുകയാണ്. സമയം രാജേശ്വരി അവിടേക്ക് വരികയാണ് കേട്ടോ. ശാരദ അങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ ദിവ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയാണ് കേട്ടോ. എന്നെ അവൾ ഇഷ്ടമാണെന്ന് പറയുന്ന അതേ ദിവസം എൻ്റെ ഹൃദയത്തിൻ്റെ താക്കോല് മാത്രമല്ല, ഈ റിസോർട്ടിൻ്റെ താക്കോല് വരെ ഞാൻ അവളെ ഏൽപ്പിക്കുമെന്നൊക്കെ പറഞ്ഞത് ആലോചിക്കുകയാണ് കേട്ടോ. അങ്ങനെ രാജേശ്വരിനെ കാണുമ്പോഴേക്കും ശാരദ എഴുന്നേൽക്കാൻ നോക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും വേണ്ട അവിടെ ഇരുന്നോ എന്ന് പറയാം കേട്ടോ. അപ്പോൾ ശാരദ അങ്ങനെ അല്ല, ഞാൻ സാരില്ല അവിടെ ഇരുന്നോ എന്ന് പറയുകയാണെ. രാജേശ്വരി മനസ്സിലാണെന്നുണ്ടെങ്കിൽ സത്യം അറിഞ്ഞിട്ടാണ് ബിനീഷിനൊക്കെ പറഞ്ഞയച്ചത് രാജേശ്വരിയാണെന്ന് അറിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നതെന്നാണ് കേട്ടോ വിചാരം. എന്നിട്ട് പറയുന്നുണ്ട്, അതെ ശാരദ പറയാണ്, അതെ ഞാൻ ഇങ്ങോട്ട് വന്നത് മനസ്സിലായി. അതെ ശാരദയ്ക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ കാര്യത്തിലേക്ക് കിടക്കാം. എനിക്ക് വളഞ്ഞു മൂക്ക് പിടിക്കുന്ന ഇഷ്ടമല്ല. ശാരദയ്ക്ക് എന്താ വേണ്ടത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കാവേരിക്ക് ചോറും കൊണ്ട് വന്നതാ. ഇന്ന് രാവിലെ ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ കുറച്ച് വഴക്കുണ്ടായിരുന്നേ. അപ്പോൾ അവിടെ ഈ ഉച്ചയ്ക്കും ചോറിനുമില്ല, അതുകൊണ്ടാണെന്ന് പറയട്ടോ. അപ്പോൾ ആസിഫ് അറിഞ്ഞിട്ടില്ല എന്ന് പറയട്ടോ. അങ്ങനെ അപ്പോൾ ആ പൈസ നീക്കി വെച്ചോളം കണ്ടുകൊണ്ട് ഇങ്ങനെ കാണിക്കുകയാണ് കേട്ടോ രാജേശ്വരി. പിന്നെ രാജേശ്വരി പെട്ടെന്നൊരു മാറാണ് കേട്ടോ. എന്നിട്ട് എഴുന്നേക്കവിടുന്ന് എന്ന് പറയട്ടോ. എഴുന്നേക്കാനല്ലേ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് ശാരദനെ എഴുന്നേൽപ്പിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അതെ ഞാനിവിടെ മോൾക്ക് ജോലി കൊടുത്തതേ അരവിന്ദൻ്റെ ഭാര്യയും മക്കളും കുടുംബവും പട്ടിണി വിടാതെ കിടന്നു പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ നിങ്ങളുടെ മോള് ചെയ്തത് എന്താണെന്ന് അറിയട്ടെ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. എന്താണെന്ന് ചോദിക്കാനായിട്ട് ഈ റിസോർട്ടിൽ വരുന്ന സ്റ്റാഫുകളൊക്കെ വലവീശി പിടിച്ച് അങ്ങോട്ട് കൊണ്ടുപോകാണ് അവൾ ചെയ്തത്. എന്നിട്ടിപ്പോൾ എൻ്റെ അന്നത്തിൽ കൈയിട്ട് വരാനായിട്ട് അവൾ ശ്രമിച്ചിരിക്കുന്നു അല്ലേ? അതെ അങ്ങനെ ഇവിടെ അതുപോലുള്ള കാര്യങ്ങളൊന്നും വെച്ച് പൊറിപ്പിക്കാറില്ല. അവളെ ഞാൻ എടുത്ത് പുറത്ത് കളഞ്ഞു എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ പിന്നെ ശാരദയ്ക്ക് കാര്യങ്ങൾ മനസ്സിലാവാണ് കേട്ടോ, കാവേരി ജോലി പോയി എന്നുള്ള കാര്യം. എന്നിട്ട് ദേഷ്യത്തോട് കൂടിയിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറയാൻ കേട്ടോ. രാജേശ്വരി ശാരദനെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കുകയാണ്. എന്നിട്ട് ഇറങ്ങി പോകാൻ പറയാണ്. ജ്യൂസൊക്കെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതൊന്നും കൊടുക്കുന്നില്ല. അതിന് ശാരദ വിഷമത്തോട് കൂടിയിട്ട് ഇറങ്ങി പോകുന്ന സമയത്ത് രാജേശ്വരി പാത്രം എടുക്കാൻ മറക്കും കേട്ടോ. ചോറ് കൊണ്ടുവന്ന പാത്രം എടുക്കാൻ മറക്കും. അപ്പോൾ രാജേശ്വരി പിന്നീ കൂടെ വിളിക്കുകയാണ് കേട്ടോ. ശാരദ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. എന്നിട്ട് ആ ചോറും പാത്രം എറിഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇതും കൂടെ കൊണ്ടുപോക്കോ, ഇതിവിടെ വെക്കണ്ട എന്ന് പറയുകയാണേ. അങ്ങനെ അത് താഴത്ത് വീണ ആകെ ചോറൊക്കെ ചെതറിപ്പോകും കേട്ടോ. അപ്പോൾ ശാരദ പറയാണ്, ഇതിലൊരു വറ്റ് പോലും ഞാൻ കളയൂല രാജേശ്വരി. കാരണം ഈ വറ്റിൽ ഒരു അന്നത്തിൻ്റെ വില എനിക്കറിയാം. രാജേശ്വരിക്ക് അങ്ങനെ ഒരു ഗതി ഇല്ലാതിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ ചോറ് മുഴുവനും വാരിയെടുക്കുകയാണേ. ശേഷം കാണിക്കുന്നത് ജയപാലൻ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. എന്നിട്ട് ശാരദനെയും മക്കളൊക്കെ ഒരുപാട് വഴക്ക് പറയുകയാണ്. രാജിയിൽ കാല് പിടിച്ചിട്ടാണ് അവൾക്ക് അവിടെ ഒരു ജോലി വാങ്ങിച്ചു കൊടുത്തത്. എന്നിട്ട് അവൾ എന്താ ചെയ്തത്? അവിടെ വന്ന സ്റ്റാഫുകളൊക്കെ വലവീശി പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാൻ നോക്കിയാണ് കേട്ടോ. ഇപ്പം പല പേരാണ് നാട്ടിലുള്ളത് നിങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ ശാരദ, ജയപാലേട്ട ഞാനിതൊന്നും എന്തറിഞ്ഞില്ല എന്നാണ് പറയണത്. ഞാൻ അന്ന് വന്ന് പറഞ്ഞതല്ലേ ശാരദനോട് ഹോം സ്റ്റേ തുടങ്ങിയപ്പോൾ അരവിന്ദൻ എൻ്റെ സ്വപ്നത്തിൽ വന്ന് കരഞ്ഞു പറഞ്ഞെന്ന്. അന്ന് പെങ്ങൾ വരെ എന്നെ കളിയാക്കിയിട്ടാണ് വിട്ടത്. ഇപ്പം എന്തായി സംഭവം? നാട്ടിലെ വേറെ പല കാര്യങ്ങളാണ് പറയുന്നത് എന്ന് പറയുന്നുണ്ടോ. രാജി കേസ് കൊടുക്കാഞ്ഞത് എൻ്റെ ഒരു അപേക്ഷ കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ജയിലിലായനെ കാവേരി. ഈ ഹോം സ്റ്റേ നടത്തുന്നതിന് ലൈസൻസ് ഉണ്ടാ? ലൈസൻസ് ഉണ്ടായിട്ടാണ് നിങ്ങൾ നടത്തുന്നത്? NOC ഉണ്ടോ പഞ്ചായത്തിൽ നിന്നുള്ള? അതുണ്ടായിരുന്നോ നിങ്ങൾക്ക് എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. ശാരദയ്ക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്നറിയാം. പക്ഷെ ഗംഗെ, നീ ഈ പുഷ്പാടിൽ ജീവിക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായില്ലേ, നിനക്കിതിനെക്കുറിച്ചൊന്നും അറിയൂലേ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ അതെ മക്കൾ 4 പേരും അഴിഞ്ഞാടിയത് അറിഞ്ഞില്ലേ കുറച്ച് ദിവസം മുമ്പ് എന്ന് പറയാൻ കേട്ടോ. അഴിഞ്ഞാടിയതോ എന്ന് ചോദിക്കട്ടെ ശാരദ. അപ്പോൾ ഗംഗ പറയണമേ, അന്ന്
ക്യാമ്പ് ഫയർ നടത്തിയില്ലേ, അതിന് വേണ്ടിയിട്ടാണ്, അതിൻ്റെ കാര്യമാണ് ഈ പറയുന്നതെന്ന് പറയട്ടെ. ഓ അതെനിക്ക് തലവേദനയായിട്ട് കിടക്കുന്ന സമയമായിരുന്നു. ആ ശാരദ തലവേദനയൊക്കെ ആയിട്ട് കിടന്നു, പക്ഷെ നാട്ടുകാർ വെറുതെ പലതുമാണ് പറയുന്നത്. ആ വീഡിയോ കണ്ടിട്ടാണ് രാജി മനസ്സിലാക്കിയത് അവിടെ വരുന്ന സ്റ്റാഫുകളെയാണ് ഇവിടേക്ക് വലവീശി കൊണ്ടുവരുന്നതെന്ന് പറയുന്നത്. പിന്നെ മാത്രമല്ല ഇപ്പം ഇന്നലെ ഗംഗനെ പിടിച്ചുകൊണ്ട് പോയിട്ടേ ആൾക്കാർ വേറെ പലതും പറയുന്നതെന്ന് പറയട്ടോ. അപ്പോൾ ശാരദ പെട്ടെന്ന് ജയപാലേട്ടാ ഞാനൊന്നും പറയുന്നില്ല, അതെ ആൾക്കാർ പറഞ്ഞത് എന്താണെന്നോ, ഗംഗനെ പിടിച്ചുകൊണ്ട് പോയിട്ട് അവിടെ ഇവിടെയൊക്കെ കറങ്ങി ചുറ്റിയടിച്ച് പിറ്റേ ദിവസമാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് മനസ്സിലായോ ചോദിക്കണ്ട. അയ്യോ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ശാരദ കരയാണ് കേട്ടോ. അപ്പോൾ ഗംഗയാണെന്നുണ്ടെങ്കിൽ ആകെ പൊട്ടിക്കരയാണ് കേട്ടോ. ശാരദ ആശ്വസിപ്പിക്കുന്നുണ്ട്. അന്നേരം അമ്മ പറയുന്നുണ്ട്, അതെ എന്നാലും ഇത്തിരി കൂടിപ്പോയി ജയബാല. അയ്യോ അമ്മ ഞാൻ പറയുന്നതല്ല, നാട്ടുകാർ പറയുന്നതാണിത്, അല്ലാണ്ട് ഞാനിങ്ങനെയൊക്കെ പറഞ്ഞു കിടക്കുമോ? ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഇനിയിപ്പോൾ ആരെങ്കിലും ഈ പെൺകുട്ടികളൊക്കെ കല്യാണം കഴിക്കാനായിട്ട് വരുമോ? നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. ഇതൊക്കെ കേട്ടുകൊണ്ട് അവിടെ നിള അകത്തിരിക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് സുജാത അവിടേക്ക് വരികയാണ് കേട്ടോ. സുജാത വന്നിട്ട് എടി ശാരദ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുകയാണെ. അപ്പോൾ ശാരദ സുജാതെ ഇരിക്കി എന്ന് പറയട്ടെ. ഇരിക്കാനല്ലടി ഞാൻ വന്നത്, നീ എന്താ തീരുമാനിച്ചിരിക്കുന്നത്? എൻ്റെ മോനെ കൊലയ്ക്ക് കൊടുക്കാൻ തന്നെയാണ് നീ തീരുമാനിച്ചിരിക്കുന്നത്? എന്താ സുജാത നീ പറയുന്നത്? എടി നിൻ്റെ മക്കൾ കാരണം എൻ്റെ മോൻ്റെ ജീവനാണ് ഇല്ലാതാവാൻ പോകുന്നത്. അത് ഞാൻ സഹിക്കൂല. അതെ സുജാത കൂലിപ്പണിക്ക് പോകും, തൊഴിലുറപ്പിന് പോകും, എന്നാലും അവനെക്കൊണ്ട് കട്ടിയുള്ള പണികളൊന്നും ഞാൻ എടുപ്പിക്കാറില്ല. പക്ഷേ വിദ്യാഭ്യാസം അധികം ഇല്ലെങ്കിലും അവനെ കൊണ്ട് അങ്ങനെയുള്ള ജോലികളൊന്നും ഞാൻ എടുപ്പിക്കാറില്ല. ഇതിപ്പോൾ കണ്ടില്ലേ, പോത്ത് കയറി മേനഞ്ഞ പോലെയാണ് അവൻ ഇന്നലെ ഇങ്ങോട്ട് വീട്ടിലേക്ക് കയറി വന്നത് എന്ന് പറയാണ് കേട്ടോ ശാരദ അല്ല സുജാത. പുറമേ അത്ര അപകടങ്ങളൊന്നും ഇല്ലെങ്കിലും ചതഞ്ഞിരിക്കുകയാണെന്നാണ് വൈദ്യര് പറഞ്ഞത്. അതെ നീയൊക്കെ കൂടി എൻ്റെ മകനെ കൊലയ്ക്ക് കൊടുക്കൂടി, പ്രത്യേകിച്ച് ഇവള് എന്ന് പറഞ്ഞിട്ട് ഗംഗനെ നോക്കാണ് കേട്ടോ. അപ്പോൾ ശാരദ പറയാണ്, ഞാൻ അവനെ വിളിച്ചില്ല ശാരദ, ഞാൻ പറഞ്ഞിട്ടല്ല അവൻ അവിടേക്ക് പോയതെന്നൊക്കെ പറയും കേട്ടോ. നീ വിളിച്ചില്ലേ, നീ ഇന്നലെ കരഞ്ഞ് നിലവിളിച്ചുകൊണ്ടല്ലേടി എൻ്റെ മോൻ്റെ ഫോണിലേക്ക് വിളിച്ചതെന്നൊക്കെ ചോദിച്ചിട്ട് വഴക്ക് പറയുകയാണ്. ഈ സമയത്ത് ജയപാലൻ ദേഷ്യപ്പെട്ടിട്ട്, സുജാതേ ഞാൻ അരവിന്ദനെയും ഇവിടെ ഒന്ന് മരിച്ചിട്ടുള്ളൂ, അരവിന്ദൻ്റെ മക്കളൊരാളെ എന്തെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിലേ ഞാൻ വെറുതെ നിൽക്കുമെന്ന് വിചാരിക്കണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് സുജാതനെ ദേഷ്യപ്പെടുത്താണ് കേട്ടോ. അപ്പോൾ സുജാത പറയാനിട്ടേ, അതെ ഞാനും അങ്ങനെ തന്നെയാണ്, ഞാൻ പറഞ്ഞതുപോലെ ഇരിക്കുന്നൊക്കെ പറഞ്ഞ് സുജാതയും ജയപാലിനോട് ദേഷ്യപ്പെടാണ് കേട്ടോ. അതെ ഇനി എന്തായാലും വിനീതിൻ്റെ ഒരു ശല്യം ഈ വീട്ടുകാർക്ക് ഉണ്ടാകാൻ പറ്റില്ല, അതുപോലെ തന്നെ ഈ വീട്ടിലേക്ക് ഇനി വിനീതിനെ ഞാൻ കയറ്റിയില്ല എന്ന് പറയാൻ കേട്ടോ. ശാരദ ആകെ ഞെട്ടിപ്പോകാണ് കേട്ടോ. ഞാൻ ഒരു വാക്കാണ് പറയുന്നതെന്ന് ജയപാലൻ പറയാണ്. അതുപോലെ തിരിച്ചൊരു വാക്ക് എനിക്കും കിട്ടണം. ഇനി പട്ടി എല്ലും കഷ്ണം മണപ്പിച്ച് നടക്കുന്നത് പോലെ നിൻ്റെ മകൻ ഈ വീടിന് ചുറ്റും മണപ്പിച്ച് നടക്കുന്നത് എനിക്ക് കാണാനിട വരരുത്, എന്താ എന്ന് പറയട്ടോ. അപ്പോൾ സുജാത പറഞ്ഞാലേ വാക്ക് പറഞ്ഞാൽ പാലിക്കുന്നവളാണ്. ഇനി എൻ്റെ മകൻ ഇവരുടെ പിന്നിൽ കൂടെ നടക്കൂല എന്ന് ഉറപ്പ് പറയുന്നതോടുകൂടി എപ്പിസോഡ് അവസാനിക്കും.